ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഉണ്ടായിരുന്ന എല്ലാവരുടെയും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. വിഷു ഒക്കെ നമ്മൾ കുഞ്ഞു രീതിയിലൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു. പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഈസ്റ്ററാണ് ഇനി വരുന്നത്. അപ്പം ഞാൻ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഇന്നലെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം വലിയധികം ആഘോഷമൊന്നും ഇല്ലെങ്കിലും ഈസ്റ്ററൊക്കെ അല്ലേ എന്ന് ഓർത്ത് 2 ദിവസം മുന്നേ മക്കളെയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ചേട്ടൻ രാവിലെ തന്നെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മീനെ കുറച്ചൊക്കെ സഹായിച്ചൊക്കെ കൊടുക്കണം, അപ്പമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഇല്ലേ. ഇന്ന് ബസ്സൊക്കെ ആകുമ്പോൾ അപ്പം മുറിക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ആലോചിച്ച് വെച്ചൊരു കാര്യമായിരുന്നു, വീട്ടിൽ വരുമ്പോൾ കുറച്ച് താളിപ്പൊടിയൊക്കെ ആക്കിയെടുക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ ചെയ്തിട്ട് മമ്മീനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെയിലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും മഴയൊക്കെ വരുന്നതിന് മുന്നേ അപ്പം ആ ഒരു പരിപാടി തീർക്കാമല്ലോ എന്ന് വെച്ചു. എന്നാൽ നമുക്ക് ഇവിടെ ഇല്ല, ചെമ്പരത്തി ഇല്ല, കുറ്റിച്ചെടിയാണ് കേട്ടോ, അതായി വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീട്ടിൽ ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ട്, അവർക്ക് വേണ്ടാഞ്ഞിട്ട് വെട്ടിക്കളയാണ് കേട്ടോ. അപ്പം അവരോട് ചോദിച്ചിട്ട് കുറച്ച് ചെമ്പരത്തി പൂവും കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് വരാം. അപ്പം പോവാം. അപ്പം നമുക്ക് താളിയൊക്കെ പറിച്ചെടുക്കാവേ. കുറച്ച് പൂവും മുട്ടും ഇലയൊക്കെ ആയിട്ടാട്ടോ പറിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മമ്മി ആക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം മമ്മിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് രാവിലെ പറിച്ചിട്ട് വെയിലത്തിടുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. രാവിലെ വന്ന് പറിച്ചെടുക്കണമെന്ന് ഓർത്താണ്, പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. മോൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. പൂവായിട്ട് കിട്ടണമെങ്കിൽ അതെല്ലാം മണ്ടയ്ക്കാണ് കേട്ടോ. അതൊക്കെ നല്ല ഹൈറ്റിലാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു പക്ഷിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു കിളിക്കൂടൊക്കെ ഉണ്ട്. ഇത് മുട്ടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുഞ്ഞിനെയൊക്കെ വിരിച്ചിട്ട് പറന്നു പോയെന്നാണ് തോന്നുന്നു. അതിനകത്ത് കൂട് മാത്രമേ ഇല്ല. നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് പറിക്കാനുള്ളൊരു സമയം കിട്ടലുണ്ടായിട്ടില്ലേ. പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെ എപ്പോഴും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഫ്രീ ആണല്ലോ. അപ്പം പിന്നെ ഞാൻ ഓർത്തു എന്നാൽ രാവിലെ തന്നെ വന്ന് പറിച്ചിട്ട് കുറച്ച് വെയിൽ തുണക്കാനിടാലോ എന്ന്. അങ്ങനെ മോളെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ സ്വന്തം ഇവിടെ വീട്ടിലല്ല, ഇത് അടുത്ത വീട്ടിലാണേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് പറിക്കണതാണ് കേട്ടോ. ഞാൻ ഇപ്പം അവിടെ കുറച്ച് പോകണ്ട, അവിടെ പോയി പറിക്കാം. കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ പറിച്ചിട്ട് ഉണക്കി പൊടിച്ച് കഴിഞ്ഞപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ഈ ഒരു കൊട്ടയ്ക്ക് പകുതി പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം പറിച്ചപ്പം കുറേ ഉള്ള പോലെ തോന്നി. പിന്നെ അതെല്ലാം പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിത് മഴക്കാലം വരെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ കുറച്ചും കൂടെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർക്കാമല്ലോ എന്ന് ഓർത്താം കേട്ടോ. ചെമ്പരത്തി പൂ കുറവാണ്, ഇല ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ളതായിട്ടോ. ഇത് മതി. പൊന്നു ബാ പോവാ മതി. ചേച്ചി പോവാന്ന് പറ. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചക്കയാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് ചക്കയൊക്കെ കിട്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇടയ്ക്ക് തട്ടിന് മുട്ടിന് ഒന്നും കിട്ടിയല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിറച്ച് പ്ലാവുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പ്ലാവിൽ തന്നെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചക്കയുണ്ട്. നമ്മുടെ എവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു 1-2 മാസം കഴിയുമ്പോൾ തന്നെ അവിടെയൊക്കെ ചക്കയൊക്കെ തീരലുണ്ട് കേട്ടോ. വേഗം തന്നെ തീരും. പക്ഷെ ഇവിടെയെങ്കിൽ മഴ കഴിയുന്നിടം വരെയൊക്കെ ചക്ക കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ വറുക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ചക്ക കിട്ടലുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്പരത്തി പൂ ഇലയൊക്കെ പറിച്ചിട്ട് ഒരു പേപ്പറൊക്കെ ആയിട്ട് ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ സ്റ്റെയറിൻ്റെ മെയിനായിട്ടുള്ളൊരു വാർപ്പില്ലേ, അതിൻ്റെ ചെറിയൊരു വാർപ്പുണ്ട്. അത് കഴിഞ്ഞു, കംപ്ലീറ്റ് പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പണീൻ്റെയാണ് കേട്ടോ അത്. കാരണം ഇങ്ങോട്ട് കയറി വരാൻ കുറച്ച് വിഷമമായിരുന്നു. ഇനി കാണുന്നതെല്ലാം മമ്മീൻ്റെ കറ്റാർവാഴ കൃഷിയാണ് കേട്ടോ. കാരണം മമ്മി വളരെ ശ്രദ്ധയോടുകൂടി പിള്ളേരെ നോക്കുന്ന പോലെ വളർത്തിയെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാനൊരു 2-3 കൊട്ട ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക്. പക്ഷേങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു പരുവത്തിന് നല്ല തണ്ടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും.
അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതാണ്ട് ഈ ഒരു പരുവത്തിലാവുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കിട്ടി പോയെന്ന് ഓർത്തിട്ടുള്ള ഒരു വളർത്തൽ കൊണ്ടാണോ അങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയ സംഭവം ആയി കിട്ടലില്ല കേട്ടോ. വീടിൻ്റെ ഇതാണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു തേനീച്ചക്കൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൂടെയൊക്കെ കൂട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വീട് നമ്മുടെ റബ്ബറിൻ്റെ മുകളിൽ ഇങ്ങനെയായിട്ട് കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള റബ്ബറയിൽ വന്നിട്ടുണ്ടായിരുന്നു. എടുക്കണമെന്ന് ഓർത്തിരുന്ന് എടുക്കാൻ വന്നപ്പോൾ തന്നെ അത് കൂടിട്ട് പോയി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇതാണ്ട് ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കുരിശപ്പൊക്കെ മുറിക്കണ്ടേ. അതിനായിട്ട് നമുക്കിത് തേങ്ങയൊക്കെ ചിരക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ഒതുക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ തേങ്ങയായിട്ട് ചിരണ്ടുവാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുള്ളി പൊടിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ. തേങ്ങ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി തേങ്ങ എനിക്ക് കൊണ്ടുവരണം, എന്നിട്ട് വേണം ബാക്കി കൂടി ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻട്രേപ്പും കുരിശപ്പൊക്കെ ആക്കാനായിട്ടാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ചെറുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതൊക്കെ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഞാൻ കിടത്തി ഉറക്കുക കേട്ടോ. അപ്പോൾ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേഗം അവൻ ഉറങ്ങി കിടക്കുന്ന സമയം കൊണ്ട് മമ്മീന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ നോക്കട്ടെ. ഇനി ഇപ്പോൾ അടുത്ത് എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് വഴുതനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എരിഞ്ഞ് ഒരു തോരൻ കറിയൊക്കെ വെക്കാമല്ലോ നോക്കട്ടെ. വൈകിട്ടത്തേക്കുള്ള പരിപാടി കാരണം അധികം വലിയ വിഭവങ്ങളൊന്നും ആക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇന്നലത്തെ മൂലേറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തോരനും വെച്ച് ഉണക്കമീനും പൊട്ടിച്ചുറക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തം അരിഞ്ഞെടുക്കണം, എന്നിട്ട് നമുക്ക് തോരൻ വെക്കാതെ. അങ്ങനെ ഇത് നമ്മുടെ വഴുതനങ്ങ തോരൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചില്ലറ പണിയൊക്കെ കഴിഞ്ഞ് കൃത്യം ചോറ് കഴിക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും കുഞ്ഞവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ ആദ്യം ഫുഡ് കൊടുക്കാമല്ലോ എന്ന് ഓർത്തേ. ചോറ് കൊടുക്കുമ്പോൾ കുറച്ച് താമസമുണ്ട്, എന്നാലും വാരി കൊടുക്കലുണ്ട്. എനിക്ക് സമയമില്ലാത്ത നേരത്തൊക്കെയാണ്, ഇന്ന് ഇച്ചിരി തിരക്ക് വെച്ചിട്ടുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട് കഞ്ഞിയായിട്ട് അങ്ങ് കോരി കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ കേട്ടോ. അങ്ങനെ കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് വേണം, കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അതോട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതേ വൈകുന്നേരത്തേക്കുള്ള അപ്പമൊക്കെ പുഴുങ്ങാനായിട്ടുള്ള ഇല എടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ വന്നേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെയിലായതുകൊണ്ട് ഞാൻ തണുത്ത് നിൽക്കുകയാണ്. മമ്മി ഏതാണ്ട് അവിടെ എവിടെയോ ആ വാഴേൻ്റെ ചൂടിലുണ്ട് കേട്ടോ. അപ്പം നല്ല ഇല നോക്കിയിട്ട് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഇത് നമ്മൾ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇനി ഇത് കൊണ്ടൊന്ന് വെയിലത്തേക്കിട്ട് ഇലയ്ക്കൊരു വാട്ടമൊക്കെ തട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം പുഴുങ്ങാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഫൈനലി നമ്മുടെ ഇൻട്രേപ്പും കുരിശപ്പോ വട്ടയപ്പോ ഒക്കെ ആക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇനിയിപ്പോൾ അത് ഇലയിലേക്ക് നമുക്ക് കുരിശപ്പോ ഒക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് കുരിശപ്പോ ഒക്കെ തയ്യാറാക്കി എടുക്കുവാണേ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാർന്നോമാരാണല്ലോ കുരിശപ്പൊക്കെ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളതും അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിതാണ്ട് ചെറിയൊരു ചെരുവത്തിനകത്തേക്ക് ഇതാണ്ട് നമ്മുടെ കുരിശപ്പൊക്കെ ഇറക്കി വെച്ച് ഇൻട്രേപ്പൊക്കെ ചുറ്റും ഇങ്ങനെ വെച്ച് അടച്ചിതാണ്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുരിശപ്പൊക്കെ ഇതാണ് നല്ല ആവിക്കിരുന്നിട്ട് നല്ല വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ഇത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ പറിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഇത് ചെമ്പരത്തിൻ്റെ പൂവും ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാരി വെക്കാവേ. ഹലോ, അപ്പോൾ നമ്മുടെ ഇതായിട്ട് ഒരു കുഞ്ഞ് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു വൈകുന്നേരത്തിൻ്റെ സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ മുതൽ കുരിശപ്പം ഉണ്ടാക്കാൻ വീട്ടിൽ അല്ലറ ചില്ലറ പണിയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കലാണ്. പക്ഷേ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഈസ്റ്ററും ബസ്സൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുരിശപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് കുരിശപ്പൊക്കെ മുറിക്കാവേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്പരത്തിൻ്റെ താളി ഉണ്ടാക്കുന്നത്, അതിൻ്റെ പൊടിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ഷോർട്ടായിട്ട് പിന്നീട് ഒരിക്കലും ഇടാവേ. വീട്ടിൽ ഇവിടെ വന്നിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഡേ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. ടാറ്റാ.